2013 മുതൽ 2019 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വളരെ നല്ല രീതിയിൽ ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഇന്ത്യയുടെ ടോപ്പ് 3 എന്ന് പറയുന്നത് ശിഖർ ധവാൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. ഈ 3 പേരായിരുന്നു ഒരു ത്രിമൂർത്തികൾ എന്നൊക്കെ പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ 2013 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഈ 3 പേരും ചേർന്നിട്ട് 114 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 114 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ്. അതിൽ 54 വിരാട് കോഹ്ലി, 36 നമ്മുടെ രോഹിത് ശർമ്മ, 24 ശിഖർ ധവാൻ. ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലഘട്ടം. വലിയ കപ്പ് നേട്ടങ്ങളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ, ICC ട്രോഫീസ് ഒന്നും ഈ കാലഘട്ടത്തിൽ ലഭിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഒക്കെ ഏറ്റവും പീക്ക് ചെയ്തൊരു ടൈമായിരുന്നു. ഒരുപാട് ബാറ്റിംഗ് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. 2019 ലോകകപ്പിലാണ് തോന്നുന്നു രോഹിത് ശർമ്മ 5 സെഞ്ചുറീസ് ഒക്കെ അടിച്ചിരുന്ന സീരീസ്. അതൊക്കെ റെക്കോർഡായിരുന്നു. ഇതൊക്കെല്ലാം ലൈവ് കാണാൻ പറ്റിയെന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഓർമ്മയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സ് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ത്രിമൂർത്തികളുടെ ഒരു കാലഘട്ടം, അതായത് ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നുള്ള ഈ ത്രിമൂർത്തി ഒരു കാലഘട്ടം ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച് വളരെ 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 ഇഷ്ടപ്പെട്ട് എന്നും ഓർക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏകദേശം ഇവരുടെ ക്രിക്കറ്റ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞു എന്നുള്ളത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഈ 3 പേരും ഏകദേശം ഇപ്പോൾ ഇനി ഏകദിനത്തിൽ മാത്രമാണ് രോഹിത് ശർമ്മയും നമ്മുടെ വിരാട് കോഹ്ലിയും ബാക്കിയുള്ളത്. അർഹിച്ചൊരു അംഗീകാരം കിട്ടാത്തൊരു ബാറ്റർ കൂടിയാണ് ശിഖർ ധവാൻ എന്നുള്ളത് എനിക്ക് വളരെ എന്നും ഒരു സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.